പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഈ PhD കെമിസ്ട്രിയിൽ PhD ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ, ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. സോ അതിനു വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഉള്ളത് ദർശനാണ്. ദർശൻ ഇവിടെ മൊണാഷ് യൂണിവേഴ്സിറ്റിയിൽ കെമിസ്ട്രിയിൽ PhD ചെയ്യാണ്. അപ്പം നമുക്ക് അവനോട് ചോദിക്കാം എന്തൊക്കെയാണ് എക്സ്പീരിയൻസ്, എങ്ങനെയാണ് ഇവിടെ അഡ്മിഷൻ കിട്ടിയത്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഈ ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ദർശൻ നിനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഞാൻ ദർശൻ, ഇവിടെ മൊണാഷിൽ കെമിസ്ട്രിയിൽ PhD ചെയ്യുന്നു. എൻ്റെ മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സും ഞാൻ IISER തിരുപ്പതിയിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ. ഇവിടെ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇവിടെ നിന്നിപ്പോൾ 1 വർഷം ആവാൻ പോകുന്നു. കഴിഞ്ഞ എന്തുകൊണ്ടാണ് മൊണാഷ് യൂണിവേഴ്സിറ്റിയിൽ PhD വന്നത്? ഞാൻ മൊണാഷായിട്ട് എടുത്തതല്ല, പക്ഷേ കുറേ എല്ലാവിടെയും ഓൾ അക്രോസ് ദ വേൾഡ് അപ്ലൈ ചെയ്തു. ഇവിടെ ആദ്യം കിട്ടിയപ്പോൾ ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ മൊണാഷ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല റാങ്കിങ് ഉണ്ട്. കെമിസ്ട്രിയിലാണെങ്കിൽ US റാങ്ക് നോക്കുകയാണെങ്കിൽ 60 ഞാൻ ആ സമയത്ത് 60 എന്തുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ PhDയുടെ സമയത്ത് നമ്മൾ യൂണിവേഴ്സിറ്റിയെക്കാളും ഗ്രൂപ്പ്, നമ്മുടെ ഫീൽഡ് അതൊക്കെ നോക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അത് ശരിയാണ്. സോ ഇത് മൊണാഷ് യൂണിവേഴ്സിറ്റിയിൽ PhD നമ്മൾ പല സ്ഥലത്തും അപ്ലൈ ചെയ്തു, എന്നിട്ട് മൊണാഷ് യൂണിവേഴ്സിറ്റിയിൽ കിട്ടി, എന്നിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ, അങ്ങനെയല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് വന്നിട്ടുണ്ടോ, അല്ലെ ഡയറക്റ്റ് മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഇങ്ങോട്ട്? ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങി. എൻ്റെ ഫിഫ്ത്ത് ഇയറിൽ ഞാൻ മാസ്റ്റേഴ്സിൽ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ ഞാൻ അപ്ലൈ ചെയ്ത് തുടങ്ങി. ഡിഗ്രി കിട്ടുന്നതിന് മുന്നേ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. അപ്പം പിന്നെ പക്ഷേ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടില്ല, വിസക്ക് കുറച്ച്. പക്ഷേ ഓസ്ട്രേലിയ ആയതുകൊണ്ട് വിസയ്ക്ക് കുറച്ച് ഡിലേ വന്നായിരുന്നു. ഞാൻ എന്തോ കോവിഡും ആ കാരണങ്ങളൊക്കെ കൊണ്ട് ഒരു 10 മാസം എനിക്ക് വിസയ്ക്ക് എടുത്തു. എല്ലാവരും നോക്കിയാൽ എനിക്ക് ഗ്യാപ്പ് വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓക്കെ. സോ എന്താണ് നിനക്ക് തോന്നുന്നത്, ഇവിടെ PhD ഓസ്ട്രേലിയയിൽ കിട്ടാനോ അല്ലെ PhD മൊണാഷ് കിട്ടാനോ എങ്ങനെയാണ്? ഡിഫിക്കൽട്ടാണോ അതോ ഈസി ആണോ? എന്താണ് ഡിഫിക്കൽട്ടാണോ ഈസി ആണോ അത് നമ്മുടെ എന്താ പറയുക, ലൈക്ക് നമ്മുടെ ഫീൽഡ് പോലെ ഇരിക്കും. നമ്മുടെ ഫീൽഡിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിന് കുറേ ക്രൈറ്റീരിയസ് ഉണ്ട്. ബേസിക്കലി നമ്മളിപ്പോൾ റിസർച്ച് പ്രോജക്റ്റ് ഏതിലാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു ഇതിന് നല്ലൊരു വെയിറ്റേജ് ഉണ്ട്. അതേപോലെ റിസർച്ച് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിന് വേറെ വെയിറ്റേജ് ഉണ്ട്. പിന്നെ നമ്മൾ ഏത് ഗ്രൂപ്പിലാണ് നമുക്ക് എക്സ്പീരിയൻസ് ഉള്ളത്, അവരുടെ റെക്കമെൻഡേഷൻ, അതൊക്കെ നല്ല വാല്യൂ ഉള്ള കാര്യമാണ്. അപ്പോൾ നല്ലൊരു റെക്കഗ്നൈസ്ഡ് PIയുടെ കീഴിലാണ് നിങ്ങൾ മാസ്റ്റേഴ്സിന് പ്രൊജക്റ്റ് ചെയ്തതെങ്കിൽ കിട്ടാൻ എളുപ്പമാണ്. അപ്പോൾ പേപ്പർ ഒബ്ലിഗേഷൻ നിർബന്ധമല്ല? പേപ്പർ നിർബന്ധം അല്ല. നമുക്ക് സ്കിൽ സെറ്റാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമുക്ക് ഏത് ഏരിയയിലാണ് എക്സ്പെർട്ടൈസ് ഉള്ളത് അത് ഇവിടുത്തെ ഗ്രൂപ്പിൽ അവിടുത്തെ PIക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ പേപ്പർ വേണം നിർബന്ധമില്ല. പേപ്പർ ഇല്ലാതെയും ഒരുപാട് എനിക്ക് പേപ്പർ ഉണ്ടായിരുന്നില്ല, പക്ഷേ കിട്ടി. ഓക്കെ. സോ എൻ്റെ കേസിലാണ് എനിക്കൊരു പേപ്പർ ഉള്ളായിരുന്നു, എനിക്കും കിട്ടിയ അഡ്മിഷൻ. അപ്പോൾ ഓവറോൾ മൊണാഷ് യൂണിവേഴ്സിറ്റിയിൽ PhD എങ്ങനെ ഉണ്ട്? കുഴപ്പമില്ല. മൊണാഷിലെ PhDയുടെ കാര്യം എന്ന് വെച്ചാൽ ഫെസിലിറ്റീസ് ഒക്കെ നല്ലോണം ഉണ്ട്. പിന്നെ PhD സ്ട്രക്ചേർഡ് ആണ്. നല്ല രീതിയിൽ അവർ റെഗുലറായിട്ട് വാല്യുവേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. നമുക്ക് എല്ലാ എക്യുപ്മെന്റും എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതെ. ഓക്കെ. പിന്നെ റാങ്കിങ്, മൊണാഷ് യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് അത്യാവശ്യം നല്ല റാങ്കിങ് ഉണ്ട്. ഐ തിങ്ക് 34 or 35 US റാങ്കിങ്ങിൽ 35th ആണെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ നല്ല റാങ്കിങ് ഉണ്ട്, അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ എന്താണ് തോന്നുന്നത്, ഇവിടെ ഇന്ത്യയിൽ നിന്ന് നമ്മളൊരു PhD ചെയ്യുന്നതും ഓസ്ട്രേലിയയിൽ PhD ചെയ്യുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? വ്യത്യാസം എന്ന് വെച്ചാൽ സത്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് സ്റ്റൈപ്പൻഡും കാര്യങ്ങളൊക്കെ വളരെ കുറവല്ലേ, അതൊരു കാരണമാണ്. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ സ്റ്റൈപ്പൻഡ് ഉണ്ട് അത്യാവശ്യം, പക്ഷേ ലിവിങ് എക്സ്പെൻസ് കൂടുതലാണ്. പിന്നെ നമുക്ക് എന്നാലും സേവ് ചെയ്യാൻ പറ്റും അത്യാവശ്യം. പിന്നെന്ന് വെച്ചാൽ വർക്ക് ലൈഫ് ബാലൻസ് കുറച്ചുകൂടി ഇവിടെ അവർ സീരിയസ് ആയി എടുക്കുന്നൊരു ഇഷ്യൂ ആണ്. ഇപ്പോൾ നമുക്ക് ആക്ച്വലി ആഴ്ചയിൽ 4 ഡേയ്സ് വർക്ക് ചെയ്താൽ മതി എന്നാണ്. പക്ഷേ വർക്ക് ചെയ്യുന്നത് ഓരോരുത്തരുടെയും ഗ്രൂപ്പ് പോലെയും പിന്നെ ഇൻഡിവിജ്വൽ ചോയ്സ് ഒക്കെ പോലെ ഇരിക്കും. പക്ഷേ ഇന്ത്യയിൽ നമുക്ക് അങ്ങനെ ചോയ്സ് ഇല്ലല്ലോ, നമുക്ക് ആഴ്ചയിൽ 6 ദിവസം എന്തായാലും വർക്ക് ചെയ്യണം. ഇവിടെ എന്ന് വെച്ചാൽ 9 to 5 8 മണിക്കൂർ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ 4 ദിവസം വർക്ക് ചെയ്താൽ മതി. അതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് വലിയ സ്ട്രെസ്സും കാര്യങ്ങളും വരുന്നില്ല. നമ്മൾ PhD എന്ന് പറയുന്നത് നമ്മുടെ PhD ആണ്, നമ്മൾ തന്നെ ചെയ്ത് തീർക്കണം. നമ്മളങ്ങനെ പുഷ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. നമ്മുടെ സൂപ്പർവൈസേഴ്സ് ആണെങ്കിലും അത്യാവശ്യം അധികം പുഷിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലെ പോലെ.
പിന്നെ ഇവിടെ മൊണാഷ് യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ നമുക്ക് റിസർച്ച് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യണമെന്നുണ്ടോ PhD കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ? റിസർച്ച് ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യണം എന്നുണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് 2 രീതിയിൽ PhD കംപ്ലീറ്റ് ചെയ്യാം. ഒന്ന് PhD ബൈ തീസിസ്, ഒന്ന് അടുത്തെന്ന് വെച്ചാൽ PhD ബൈ പബ്ലിക്കേഷൻ. ഒരു 3 പേപ്പർ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് 3 ചാപ്റ്റർ ആക്കിയിട്ട് നമുക്കത് ഡയറക്റ്റ് ആയിട്ട് തീസിസ് PhD കംപ്ലീറ്റ് ചെയ്യാം. അല്ലാന്ന് വെച്ചാൽ ചെയ്ത എക്സ്പെരിമെൻറ്റും റിസൾട്ട്സും എല്ലാം വെച്ച് ഒരു തീസിസ് എഴുതിയിട്ട് പബ്ലിക്കേഷൻ ഇല്ലെങ്കിൽ അങ്ങനെയും ഇതാവുന്നുണ്ട്. പക്ഷേ ഇവർ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യും നമ്മുടെ PhD പ്രോഗ്രസ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, സോ നമ്മൾ പലരും ഇങ്ങനെ PhD ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും നമുക്കിപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇങ്ങനെ ചെയ്താൽ PhD അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഏത് ഏരിയയിലാണ് താല്പര്യം ഉള്ളതെന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ആ ഏരിയയിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. എക്സ്പീരിയൻസും പറ്റിയാലൊരു പേപ്പർ ഇല്ലാന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക്, അതായത് ഇപ്പോൾ നല്ല റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സൂപ്പർവൈസറുടെ കീഴിൽ പ്രൊജക്റ്റ് വല്ലതും ചെയ്യുകയാണെങ്കിൽ അത് വെച്ചിട്ട് അവരുടെ റെക്കമെൻഡേഷനൊക്കെ നല്ല വാല്യൂ ഉണ്ട്. ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന PhD ലൈക്ക് സൂപ്പർവൈസേഴ്സ് ആണെങ്കിൽ അവരുടെ കീഴിൽ. സോ ഇങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ കെമിസ്ട്രിയിലാണെങ്കിലും നമ്മൾ ഏത് ഫീൽഡിൽ നമ്മൾ PhD ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ഏകദേശം പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. നമുക്ക് ആദ്യം റിസർച്ച് ബാക്ക്ഗ്രൗണ്ട് വേണം, റിസർച്ച് എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ആ ഒരു ഫീൽഡിൽ നമ്മൾ ഏത് ഫീൽഡിലാണോ ഇഷ്ടപ്പെടുന്നത് ആ ഒരു ഫീൽഡിൽ നമുക്ക് റിസർച്ച് എക്സ്പീരിയൻസ് വേണം. കഴിയുന്നതും പബ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷനാണ്. പിന്നെ നല്ലൊരു സൂപ്പർവൈസറിൻ്റെ അണ്ടറിൽ ചെയ്യുകയാണെങ്കിൽ അതും നല്ലൊരു ഓപ്ഷനാണ്, നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു? ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ചാൽ മാസ്റ്റേഴ്സിൻ്റെ ഗ്രേഡ് കാർഡ്, പിന്നെ എന്ന് വെച്ചാൽ ലാംഗ്വേജ് പ്രൊഫഷൻസി, പിന്നെ ഇവിടെ നിന്നൊരു ആപ്ലിക്കേഷൻ ഇവിടെ അപ്ലൈ ചെയ്യുന്ന സമയത്തല്ലേ ഇവിടെ ഈ മൊണാഷിൽ PhD കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല. ബേസിക്കലി ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. ഞാൻ ചെയ്തത് ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടു ട്വിറ്ററിൽ എൻ്റെ സൂപ്പർവൈസറുടെ. അപ്പോൾ ഞാൻ അത് കണ്ട് മൂപ്പർക്ക് മെയിൽ അയച്ചു. അപ്പം ഒരു CV-യും കവർ ലെറ്ററും എൻ്റെ അതുവരെയുള്ള സ്കോർ കാർഡെല്ലാം വെച്ച് ഞാൻ മെയിൽ അയച്ചു. എനിക്ക് എന്തിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യം, ആ ഒരു SOP വെച്ചിട്ട്. അപ്പോൾ മൂപ്പര് അതിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. മൂപ്പര് ഒരു ഇൻ്റർവ്യൂവിന് ക്ഷണിച്ചു. അപ്പോൾ അത് കൊടുത്തു. എൻ്റെ ഇതുവരെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്തു. പിന്നെ മൂപ്പര് 1-2 ചോദ്യം ചോദിച്ചു. ഇപ്പോൾ ഏത് രീതിയിലാണ് വർക്ക് ചെയ്യാൻ താല്പര്യം. അപ്പോൾ ഞാൻ അത് പറഞ്ഞു. പിന്നെ 1-2 എങ്ങനെ മൂപ്പരുടെ ഫീൽഡിൽ ഡൈവേഴ്സിഫൈ ചെയ്യാം എന്നുള്ള 1-2 സജഷൻ പറഞ്ഞു. അപ്പോൾ മൂപ്പര് ഇൻട്രസ്റ്റ് ആയി. ശരി, ഞാൻ പിന്നെ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് മെയിൽ അയച്ചു, സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഗ്രേഡ് കാർഡ് കിട്ടിയാൽ നമുക്ക് ഫോർമൽ അപ്ലിക്കേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു, ഫൈനൽ റിസൾട്ട് വന്നാൽ. അപ്പോൾ ഫൈനൽ റിസൾട്ട് വന്നു. പിന്നെ ഫോർമലായിട്ട് ആപ്ലിക്കേഷൻ കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വിസയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ലാംഗ്വേജ് പ്രൊഫഷൻസിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ബാക്കിയെല്ലാം സ്മൂത്തായിരുന്നു. ബാക്കിയെല്ലാം എന്ന് വെച്ചാൽ സൂപ്പർവൈസറിന് നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഏകദേശം അവർ ഓക്കെ ആയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും അഡ്വർടൈസ്മെൻറ്റ്സ് കാണുകയാണെങ്കിൽ അതിൽ കയറിയിട്ട് പ്രൊജക്റ്റ് അഡ്വർടൈസ് ചെയ്യും. അപ്പോൾ അതിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യുക. അതും അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സിന് അല്ലെങ്കിൽ പ്രൊഫസേഴ്സിന് നമ്മൾ മെയിൽ അയക്കുക. അപ്പോൾ അവരെന്ത് ചെയ്യും, ചിലപ്പോൾ ഇൻ്റർവ്യൂ നടത്തും, അല്ലെങ്കിൽ നമ്മളോട് ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറയും. എൻ്റെ കേസിൽ ഡയറക്റ്റ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞതാണ്. സോ ദർശൻ്റെ കേസിലാണെങ്കിൽ ആദ്യം തന്നെ ഇൻ്റർവ്യൂ നടത്തി അതിന് ശേഷമാണ് അഡ്മിഷൻ്റെ കാര്യത്തിലേക്ക് പോയത്. ആദ്യം എനിക്ക് അഡ്മിഷൻ കിട്ടി, അതിന് ശേഷമാണ് എനിക്ക് ഇൻ്റർവ്യൂ വരുന്നത്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൂപ്പർവൈസേഴ്സിന് മെയിൽ അയക്കുക, അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് കാണുന്നതൊക്കെ അപ്ലൈ ചെയ്യാം. സോ ഇതാണ് 2 ഓപ്ഷൻ. അപ്പോൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോം സജസ്റ്റ് ചെയ്യാനുണ്ടോ നമുക്ക് ഈ PhD ക്വസ്റ്റ്യൻസ് സെർച്ച് ചെയ്യാൻ വേണ്ടി? ക്വസ്റ്റ്യൻസ് നമുക്ക് യുറാക്സിസ്, ഫൈൻഡ് PhD, പിന്നെ ട്വിറ്റർ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ട്വിറ്ററിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫീൽഡിലുള്ള ആൾക്കാരെ, ഫീൽഡിലുള്ള പ്രോസസ്സിനെ ഫോളോ ചെയ്യുക. പിന്നെ ആ ഫീൽഡിൽ പബ്ലിഷ് ചെയ്യുന്ന ഗ്രൂപ്പിനെ ഫോളോ ചെയ്യുക. അപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ അവർ ഒന്നില്ലെങ്കിൽ ട്വീറ്റ് ചെയ്യും അല്ലെങ്കിൽ റീട്വീറ്റ് ചെയ്യും, ഇങ്ങനെ പൊസിഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, സോ ഓവറോൾ എങ്ങനെയുണ്ട് ഓസ്ട്രേലിയയിൽ PhD എന്ന് പറയുന്നത്? ഓസ്ട്രേലിയയിൽ PhD എന്ന് പറയുന്നത് കുഴപ്പമില്ല. സ്ട്രെസ് ഉണ്ടോ? സ്ട്രെസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതൊക്കെ ലൈക്ക് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ ചോയ്സ് ആണ്. സൂപ്പർവൈസറിനെ പോലെ ഇരിക്കും, പിന്നെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് പോലെ ഇരിക്കും. പിന്നെ ഇതിപ്പോൾ നമുക്ക് ഒരു പേപ്പർ മതി ഒരു PhDയിൽ നിന്നൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ വർക്ക് ചെയ്താൽ മതി. ആരും ഒന്നും പറയൊന്നുമില്ല.
പക്ഷേ ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പബ്ലിഷ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യണം. അതെ. സോ എന്തെങ്കിലും എന്ന് വെച്ചാൽ പുതുതായിട്ട് ഇപ്പോൾ PhD കെമിസ്ട്രിയിൽ നോക്കുന്നവർക്ക് എന്തെങ്കിലും ഉപദേശമായിട്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? അഡ്വൈസ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും? അതായത് ഇപ്പോൾ നിങ്ങൾ മാസ്റ്റേഴ്സ് ഫൈനൽ ഇയർ പ്രൊജക്റ്റിൻ്റെ സമയത്ത് തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങുക. ഫീൽഡിൽ നമുക്ക് ഇഷ്ടംമാതിരി അപ്ലൈ ചെയ്യേണ്ടി വരും. ലൈക്ക് ഇമെയിലായിട്ടും അല്ലെങ്കിൽ ഇതിപ്പോൾ പോർട്ടൽ വഴിയാണെങ്കിലും നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഒരു 10% ഒക്കെ സക്സസ് റേറ്റ് നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിക്കാനോ അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റഡ് ആവാനോ പാടില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര കോമ്പറ്റീറ്റീവാണ്. കാരണം ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി എടുത്താൽ തന്നെ ആകെ കുറച്ച് PhD പൊസിഷൻസേ ഒരു വർഷം ഓപ്പൺ ആവുള്ളൂ, അല്ലെങ്കിൽ ഒരു വർഷം തന്നെ ഓപ്പൺ ആവണമെന്നില്ല. അതിപ്പോൾ ഒരു ഗ്രൂപ്പിൽ ഒരു PhD കഴിഞ്ഞ് പോകുമ്പോഴേ വേറൊരു PhDക്ക് അവിടെ ആ സ്ലോട്ട് വരുന്നുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ സൂപ്പർവൈസറിന് അതിനനുസരിച്ച് ഫണ്ടിങ് വേണം. അപ്പോൾ പിന്നെ ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് വന്നൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ കുറേ ഞാൻ ഇതേപോലെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള അതേപോലെ സ്യൂട്ടബിൾ ആവുന്ന കുറേ ഗ്രൂപ്പിൽ അപ്ലൈ ചെയ്തു. ആ സമയത്ത് അവർക്ക് എടുക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ ഫണ്ടില്ല. അങ്ങനൊരു കേസ് വന്നു. അപ്പോൾ ഫണ്ട് കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫണ്ടിന് എക്സ്റ്റേണൽ ഫണ്ടിങ്ങിന് അപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് ചൂസ് ചെയ്തില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതൊരു വീണ്ടും കുറേ ഫോർമാലിറ്റീസ് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ലൈക്ക് ഒരു ഫണ്ടിങ് ഉള്ള ഒരു ഗ്രൂപ്പിലോട്ട് പോകാന്നുള്ളതായിരുന്നു എൻ്റെ തീരുമാനം. സോ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എഫേർട്ട് എടുക്കുക. അപ്പം 10%, 5%, എൻ്റെ കേസിൽ 1% ഒക്കെ ആയിരുന്നു ചാൻസ്. കാരണം എനിക്ക് ബാച്ചിലേഴ്സിലൊക്കെ മാർക്ക് കുറവായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്തു, അങ്ങനെ എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പം നമ്മൾ ട്രൈ ചെയ്യുക. അപ്പം എന്ന് വെച്ചാൽ കിട്ടാനുള്ള ചാൻസ് വളരെ ലെസ് ആയിരിക്കും, പക്ഷേ ഡിമോട്ടിവേറ്റ് ആവരുത്. ഞാൻ ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. അപ്പം നമ്മൾ ഏകദേശം നമ്മൾ കെമിസ്ട്രി PhD ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഈ ഒരു വീഡിയോ കണ്ടാൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഏകദേശം കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ. സോ എന്തായാലും താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.